ലോകത്തിലെ ഏറ്റവും ടഫായിട്ടുള്ള മാത്ത് ഒളിമ്പിയാഡ് ചോദ്യങ്ങളിൽ GPT-5 മോഡൽ നേടിയ സ്കോർ 94.6% ആണ്. PhD ലെവൽ സയൻസ് പരീക്ഷകളിൽ ഇതിൻ്റെ അക്യുറസി 85%-ന് മുകളിലാണ്. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഹിസ്റ്ററിയിൽ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മെഷീനുകളിൽ ഒന്നാണ് ChatGPT. സിമിലർ പെർഫോമൻസ് തന്നെ ക്ലോഡൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതേ സിസ്റ്റം, അതേ ടെക്നോളജി ഒരു ചെറിയ മാറ്റം മാത്രം വരുത്തിയിട്ട് സയൻറ്റിസ്റ്റുകൾ ഒരു പരീക്ഷണം നടത്തി നോക്കി. ചോദ്യങ്ങൾ അവർ ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇന്ത്യൻ ഭാഷകളിലേക്ക് മാറ്റി. എന്നിട്ട് അവർ ചോദ്യങ്ങൾ കൊടുത്തു. നേരത്തെ പറഞ്ഞ PhD ലെവൽ ചോദ്യമൊന്നുമല്ല, അതിനൊക്കെ ഒരുപാട് താഴെ ഗ്രാജുവേറ്റ് ലെവൽ ചോദ്യങ്ങളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ റിസൾട്ട് ഒരുപാട് കുറഞ്ഞു. വെറും 45% AI സ്കോർ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇംഗ്ലീഷിൽ ചോദിച്ചാൽ ഒരു PhD സ്കോളറെ പോലെ പെരുമാറുന്ന ഇതേ ഗ്ലോബൽ ഇന്നിപ്പോൾ ഇത്രയും റെവല്യൂഷണറി ആയിട്ടുള്ള ടെക്നോളജി നമ്മുടെ ഭാഷകളിലേക്ക് മാറുമ്പോൾ വെറും പകുതി മാർക്കിന് തോറ്റു പോകുന്ന ഒരു കുട്ടിയായിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇന്ത്യ ഇതിൽ വലിയൊരു സൂപ്പർ പവർ ആയിട്ടൊക്കെ വരണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ ഗ്ലോബൽ ഇൻ്റലിജൻസ് എന്തുകൊണ്ടാണ് നമ്മുടെ അതിർത്തി കിടക്കുമ്പോൾ കുടുങ്ങിപ്പോകുന്നത് എന്നുള്ളൊരു ചോദ്യമില്ലേ? ഇതിന് നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. കൂട്ടത്തിലൊരു കാര്യം കൂടെ പറയാം. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഡൽഹിയിൽ വെച്ച് ഒരു ഗ്ലോബൽ AI സമ്മിറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ ലീഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ടെക് കമ്പനികളുടെ CEOമാരൊക്കെ പങ്കെടുത്തിട്ടുള്ള വേദിയിൽ വെച്ച് നമ്മുടെ പ്രധാനമന്ത്രി ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടായി. AI ജനാധിപത്യവൽക്കരിക്കപ്പെടണം, അത് സാധാരണക്കാരിലേക്ക് എത്തണം. കേൾക്കാൻ നല്ല രസമുള്ള വാക്കുകളാണ്. പക്ഷേ നമ്മളിതിൻ്റെ ആഴത്തിലേക്ക് കടക്കുമ്പോൾ ഒരു വലിയ ചോദ്യം ബാക്കിയാവുന്നുണ്ട്. നമ്മളെ ശരിയായിട്ട് മനസ്സിലാക്കാൻ പോലും കഴിയാത്തൊരു സാങ്കേതിക വിദ്യയ്ക്ക് എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ എംപവർ ചെയ്യാൻ കഴിയുക? അപ്പോൾ ഇന്ന് നമ്മൾ അന്വേഷിക്കാൻ പോകുന്ന ഒരു പ്രധാന ചോദ്യം അതാണ്. കാരണം ഇന്ത്യക്ക് 2035 ആകുമ്പോഴേക്കും $1.7 ട്രില്യൺ AI ഇക്കോണമി ആവണം എന്നുള്ളൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ഗ്യാപ്പ് എവിടെയാണ് കിടക്കുന്നത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് AI മേഖലയിൽ ഒരു സർട്ടിഫൈഡ് പ്രൊഫഷണൽ ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ IIT മദ്രാസ് പ്രവർത്തക ഓഫർ ചെയ്യുന്ന IITയിലെ പ്രൊഫസേഴ്സൊക്കെ ലൈവായിട്ട് ക്ലാസ് എടുക്കുന്ന പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. പ്രോഗ്രാമിൻ്റെ വിശദ വിവരങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും നൽകിയിട്ടുള്ള ലിങ്ക് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ പറഞ്ഞ 45% യഥാർത്ഥ കാരണം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ AI മോഡലുകളുടെ നിർമ്മാണ രീതിയിലേക്ക് ഒന്ന് നോക്കേണ്ടതുണ്ട്. ഈ സിസ്റ്റംസ് എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇൻ്റർനെറ്റിൽ കോടിക്കണക്കിന് ഡാറ്റ, ലൈക്ക് മനുഷ്യൻ ഇത്രയും കാലം ഉണ്ടാക്കിയ അറിവൊക്കെ നമ്മൾ ഡിജിറ്റൈസ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഇൻ്റർനെറ്റിലേക്ക് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റകൾ. ആ ഡാറ്റകൾ വായിച്ച് പഠിച്ചാണ് ബേസിക്കലി AI നോളേജ് അക്വയർ ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യൻ ഡിജിറ്റലായിട്ട് എഴുതി വെച്ചിട്ടുള്ള അറിവുകൾ മനഃപ്പാടമാക്കിയ ഒരു സ്റ്റുഡൻ്റാണ് AI എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇതിൻ്റെ ഒരു മാക്രോ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ ഗ്ലോബൽ ഇൻ്റർനെറ്റിലുള്ള ആകെ ഉള്ളടക്കത്തിൻ്റെ പകുതിയോളം വരുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഇതിൻ്റെ ഒരു കമ്പാരിസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബംഗാളി ഭാഷയുടെ കാര്യം എടുത്ത് നോക്കാം. ലോകത്ത് ഏകദേശം 28 കോടി ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് ബംഗാളി. പക്ഷേ ഇൻ്റർനെറ്റിലുള്ള ആകെ ടെക്സ്റ്റ് ഡാറ്റ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൽ ബംഗാളി ഭാഷയുള്ളത് വെറും 0.1% അല്ലെങ്കിൽ അതിൽ താഴെ മാത്രമാണ്. അപ്പോൾ പ്രശ്നം യഥാർത്ഥത്തിൽ AIയുടെ അല്ലെങ്കിൽ ഇൻ്റലിജൻസ് ലെവലിൻ്റേതല്ല. AI എന്നുള്ളത് ഒരു കണ്ണാടി പോലെയാണ് എന്നുണ്ടെങ്കിൽ ആ കണ്ണാടിയിൽ നമ്മുടെ ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ വളരെ കുറവാണ്. കാരണം നമ്മൾ ഡിജിറ്റലായിട്ട് എഴുതി വെക്കാത്ത ഒരു കാര്യവും ഈ മെഷീന് സ്വന്തമായിട്ട് പഠിക്കാനുള്ള ഒരു കഴിവും ഇന്നില്ല. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്രശ്നം. പക്ഷേ കഥ ഇതുകൊണ്ട് തീരുന്നില്ല. ഇതിനേക്കാൾ വലിയൊരു സിസ്റ്റമിക് ട്വിസ്റ്റ് അടുത്തതാണ്. ഇന്ത്യ യഥാർത്ഥത്തിൽ ടൈപ്പ് ചെയ്യുന്ന ഒരു രാജ്യമല്ല, ഇന്ത്യ സംസാരിക്കുന്ന രാജ്യമാണ്. നമ്മുടെ രാജ്യത്തെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഭാഷകളിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരിൽ 99% പേരും അത് വരുന്നത് മൊബൈൽ സ്ക്രീനുകൾ വഴിയാണ്. അതിൽ തന്നെ ഏകദേശം 70% പേർക്ക് ഇംഗ്ലീഷ് കീബോർഡ് ഉപയോഗിച്ച് കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു സ്ട്രഗിളാണ്. അപ്പോൾ നമ്മുടെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ടൈപ്പിംഗ് പൂർണ്ണമായി നിർത്തി വോയിസിലേക്ക് മാറുന്നു. വാട്സപ്പിൽ നീളമുള്ള വോയിസ് നോട്ടുകൾ നിങ്ങൾ അയക്കുന്നുണ്ടാവും, ഞാൻ അയക്കാറുണ്ട്. വോയിസ് കോളുകളിലൂടെ നടക്കുന്ന ലൈക്ക് ഇതിലൂടെയൊക്കെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ഡീലുകൾ ലോക്കലിയൊക്കെ നടക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ യഥാർത്ഥ ഡിജിറ്റൽ ലൈഫ് ഓടുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റിലൂടെയല്ല, വോയിസിലൂടെയാണ്. അത് തന്നെയും മലയാളം ഇംഗ്ലീഷ് വാക്കുകളൊക്കെ മിക്സ്ഡ് ആക്കി നമ്പറുകളെല്ലാം കലർത്തിയിട്ട് എല്ലാം ഒരേ വാചകത്തിൽ മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. ഇനി ഇതൊന്നും കൂടാതെ ഒരു വോയിസ് അയക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ ഒരു ബസ്സിൻ്റെയോ ട്രാഫിക്കിൻ്റെയൊക്കെ ശബ്ദം അതിൻ്റെ കൂടെ ഉണ്ടാവും. ലിംഗ്വിസ്റ്റിക്സിൽ ഇതിനെ വിളിക്കുക കോഡ് സ്വിച്ചിങ് എന്നുള്ളതാണ്. നമ്മളിതിനെ വളരെ നോർമലായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഈ കോഡ് സ്വിച്ചിങ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ ഒരൊറ്റ സംഭാഷണത്തിനിടയിൽ വളരെ നാച്ചുറലായിട്ട് ഒരു ഭാഷയുടെ ഗ്രാമാറ്റിക്കൽ റൂൾസ് അതിൽ നിന്നൊക്കെ സ്വിച്ച് ചെയ്തിട്ട് അടുത്ത ഭാഷയുടെ ഘടനയിലേക്ക് ഒരു സെക്കൻഡിൻ്റെ ലൈക്ക് 100-1 ടൈമിലൊക്കെ സ്വിച്ച് ചെയ്യുന്ന ഈ പ്രക്രിയയാണ് ശരിക്കും കോഡ് സ്വിച്ചിങ് എന്ന് പറയുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മുടെ ബ്രെയിന് തന്നെ ഒരു എഫിഷ്യൻസി അൽഗോരിതം റണ്ണ് ചെയ്യുന്ന പരിപാടിയാണിത്. പക്ഷേ ഇത് കമ്പ്യൂട്ടിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. കാരണം എന്താ വെച്ചാൽ AI മോഡലുകളും ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് മോണോ ലിംഗ്വൽ ആയിട്ടാണ്. അതായത് ഒന്നുകിൽ
ഒന്നുകിൽ പ്യുവർ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ മലയാളത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പ്യുവർ മലയാളം എന്നുള്ളതാണ്. ഒരു വാചകം ഇംഗ്ലീഷിൽ തുടങ്ങുന്നു, പെട്ടെന്ന് അതിൻ്റെ വ്യാകരണവും ഘടനയും മാറിയിട്ട് മലയാളത്തിലേക്ക് മാറുന്നു, വീണ്ടും ഇംഗ്ലീഷ് നമ്പറുകളിലേക്ക് മാറുന്നു. ഇങ്ങനെയുള്ള ഒരു ഹൈബ്രിഡ് ഡാറ്റ സ്വഭാവം, അത് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ഗ്ലോബൽ ടോക്കണൈസേഷനൊക്കെ, അത് അങ്ങനത്തെ കപ്പാസിറ്റികൾ നിലവിലുള്ള AI മോഡലുകൾക്ക് കുറവാണ്. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഭാഷാ സിസ്റ്റം മെഷീൻ്റെ ലോജിക്കൽ സിസ്റ്റത്തെ കംപ്ലീറ്റ്ലി ഒരു ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇന്ത്യയുടെ വോയിസ് ഫസ്റ്റ് AI മോഡലുകൾ ഒരു ടെക്നോളജിക്കൽ ചലഞ്ച് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സിസ്റ്റമിക് ചലഞ്ചായിട്ട് മാറുന്നത്. കാരണം ഇന്ത്യക്കാർ ടൈപ്പ് അല്ല ചെയ്യുന്നത്, ഇന്ത്യക്കാർ ചെയ്യുന്നത് വോയിസ് ആണ് എന്നുള്ളതാണ്. ടെക്സ്റ്റ് ഡാറ്റയുടെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ഡാറ്റ ഭയങ്കര ക്ലീൻ ആയിരിക്കും. പക്ഷേ സ്പീച്ചിൻ്റെ ഡാറ്റയിലേക്ക് വരുമ്പോൾ അത് ഭയങ്കര മെസ്സി ആയിരിക്കും. ഇപ്പോൾ തൃശ്ശൂർ ഭാഷയല്ല തിരുവനന്തപുരം ഭാഷ. കേരളത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ 10 കിലോമീറ്റർ കൂടുമ്പോഴും ആക്സൻറ്റും ഡയലക്റ്റും ഒക്കെ മാറും. അപ്പോൾ ഇതിനിടയിലാണ് ഈ പശ്ചാത്തല ശബ്ദങ്ങൾ വ്യത്യസ്തമായിട്ടൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്നെല്ലാം മനസ്സിലാക്കിയെടുത്ത് കൃത്യമായ അർത്ഥം മനസ്സിലാക്കുന്ന ഒരു AI ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഈ രംഗത്ത് ഏറ്റവും ഒരു ടഫായിട്ടുള്ള ചലഞ്ചാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇനി ഇതിനേക്കാൾ വലിയ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇന്ത്യയുടെ ലോക്കൽ ഡയലക്റ്റ് അല്ലെങ്കിൽ ആ ഇഷ്യൂസ് എല്ലാം സോൾവ് ചെയ്തിട്ടുള്ള ഒരു AI മോഡൽ ഉണ്ടാക്കുക എന്നുള്ളത് സിലിക്കൺ വാലിയിലുള്ള ChatGPTയുടെയോ ആന്ത്രോപിക്കിൻ്റെ ഒരു ഗോളൊന്നുമല്ല. അപ്പോൾ ഇതൊരു ഇന്ത്യയിലെ ഒരു ഡാറ്റ ഗ്യാപ്പ് വേണമെങ്കിൽ ഇതിനകത്തുണ്ടെന്ന് പറയും. ഇത് ടെക്നോളജി ഗ്യാപ്പ് മാത്രമല്ല, ഇത് ഇത്രയും വലിയ ഡാറ്റ സെറ്റ് പബ്ലിക്ലി അവൈലബിൾ അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിലൊന്നും ട്രെയിൻഡ് ആയിട്ടുള്ള AI മോഡലുകൾ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെയും നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പ്രോബ്ലത്തിലേക്ക് മനസ്സിലാക്കുക, ഇന്ത്യൻ ഭാഷകളിൽ AIയോട് ചോദിക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻ്റലിജൻസ് വളരെ കുറവാണ്. നല്ല ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ ആൾക്കാർ AIയുടെ യഥാർത്ഥ കപ്പാസിറ്റി മനസ്സിലാക്കുന്നതിന് പിറകിലേക്ക് പോകുന്ന ഒരു കാരണങ്ങളിലൊന്ന് ഇത് ഇന്ത്യൻ ഭാഷകളിൽ അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായി നമുക്ക് ലഭിക്കുന്ന ലോ ഇൻ്റലിജൻറ്റ് ആൻസറുകളാണ്. തോന്നുന്നൊരു ചോദ്യം ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് കുറച്ച് കാലം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അടഞ്ഞു പോകൂലേ എന്നുള്ളതാണ്. ചരിത്രത്തിൽ ഇതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. തീർച്ചയായിട്ടും അടയും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ കാര്യം എടുക്കാം. ലോകത്ത് പ്രിൻറ്റിംഗ് പ്രസ്സുകൾ വന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നമ്മുടെ നാട്ടിലേക്കൊന്നും അതിൻ്റെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ 1820കളിൽ ബെഞ്ചമിൻ ബെയ്ലി കോട്ടയത്ത് വെച്ചിട്ട് ആദ്യത്തെ മലയാളം അച്ചുകൾ വാർത്തെടുത്തപ്പോഴാണ് അത് നമ്മുടെ നാട്ടിൽ ഒരു സാക്ഷരതാ വിപ്ലവമൊക്കെ ട്രിഗർ ചെയ്യപ്പെടുന്നത്. ഇന്നിപ്പോൾ AI സാക്ഷരത പറയുന്ന കാലമാണല്ലോ. അപ്പോൾ അന്നത്തെ കാലത്ത് ശരിക്ക് മലയാള ഭാഷ അല്ലെങ്കിൽ ആ ഒരു ലിപി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് വന്നത് ഈ 1820കളിലൊക്കെയാണ്. ഇനി ഇതിന് ശേഷം വന്നിട്ടുള്ള റേഡിയോ ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, അല്ലെങ്കിൽ TV, ഇതേതും ആയിക്കോട്ടെ, ഇതൊക്കെ ഇന്ത്യയിൽ ജനകീയമാകുന്നത് നമ്മുടെ സ്വന്തം ഭാഷകളിൽ ഈ സംഭവങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഏറ്റവും നല്ല ഉദാഹരണം നമ്മൾ ചരിത്രത്തിലേക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല, റീസെൻറ്റ് ഹിസ്റ്ററിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. 2011 ഇന്ത്യൻ ഭാഷകളിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിരുന്ന ആൾക്കാർ വെറും 42 മില്യൺ ആൾക്കാരൊക്കെ മാത്രമായിരുന്നു. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ടോട്ടൽ സൈസ് നമ്മൾ ആലോചിക്കണം. ഏകദേശം 1500 മില്യൺ ആളുകളുള്ളതിലാണ് വെറും 42 മില്യൺ ആളുകൾ ഈ ഇത് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ്. അന്നത്തെ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ആ ഒരു കണക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 or 4% ആൾക്കാർ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഇംഗ്ലീഷ് ക്ലബ്ബായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 2016 ജിയോ വന്നപ്പോൾ ഡാറ്റ വെള്ളം പോലെ നാട്ടിൽ അവൈലബിൾ ആവാൻ തുടങ്ങി. നമ്മുടെ ഫോണുകളിൽ ഭാഷകൾ, നാട്ടിലെ ഭാഷകളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ ഇത് വലിയ ഒരു കുതിച്ചുചാട്ടത്തിലേക്ക് നയിച്ചു. ആദ്യമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് ഉപഭോക്താക്കളെ മറികടന്ന് കൂടുതൽ റീജിയണൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്ന ആൾക്കാരിലേക്ക് വന്നു. ഗൂഗിളിൻ്റെ എനിക്ക് ആ സമയത്താണ് തോന്നുന്നുണ്ട്, ഗൂഗിളിൻ്റെ അന്നത്തെ ഇന്ത്യ ഹെഡ് പറഞ്ഞിട്ടുള്ളത് ഇംഗ്ലീഷ് ഈസ് ഒഫീഷ്യലി ഓവർ എന്നുള്ളൊരു ഡയലോഗ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ ഇൻ്റർനെറ്റിലെ വെർനാക്കുലർ മൊമെൻ്റ്, അതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകളിൽ, ഇന്ത്യയിൽ അത്രയും ഭാഷകളുണ്ട്, അപ്പോൾ അത്രയും ഭാഷകളിൽ ആളുകൾ ഈ ഇൻ്റർനെറ്റിൻ്റെ വേവ് വന്നോട് കൂടിയിട്ട്, ആ ഡിജിറ്റൽ വേവ് വന്നോട് കൂടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് മാറി അവരുടെ ഭാഷയിൽ കണ്ടൻറ്റ് ഉണ്ടാക്കാനും അപ്ലോഡ് ചെയ്യാനും മറ്റുമെല്ലാം തുടങ്ങി. പക്ഷേ ഇവിടെ ഒരു വലിയ വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, പ്രിൻ്റ്, റേഡിയോ, സിനിമ, ഇൻ്റർനെറ്റ്, ഇതൊക്കെ നമ്മളൊരു കാര്യമാണ് പഠിപ്പിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഇൻഫോർമേഷൻ പുറത്തേക്ക് കൊടുക്കുന്ന മാധ്യമമാണ് ഈ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളമോ ഏത് വെച്ചാൽ ആ ഭാഷയിലേക്ക് വന്നത്. പക്ഷേ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ, അങ്ങോട്ട് കേൾക്കേണ്ടുന്നതിൻ്റെ ഒരു സാധ്യതയുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇൻ്റലിജൻസിൻ്റെ ലെവൽ വരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, മലപ്പുറം ആക്സെൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഇടയിൽ നമ്മൾ ചിലപ്പോൾ ഇംഗ്ലീഷ് നമ്പറുകൾ ഉണ്ടാവും, ചിലപ്പോൾ അതേ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ട്രാഫിക്കിൻ്റെ ബഹളം ഉണ്ടാവും. ഇതൊക്കെ AIക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പോൾ പഴയ ഗ്യാപ്പുകളൊക്കെ അടഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും AIക്ക് ഇപ്പോഴും ഈ ഒരു ഗ്യാപ്പ് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, AIയുടെ കാര്യത്തിൽ ഒരു ജിയോ മൂവ്മെൻറ്റ് ഇതുവരേക്കും വന്നിട്ടില്ല. അഥവാ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ഇന്ത്യൻ കമ്പനി ഇന്ത്യൻ ഡാറ്റയിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു AI മോഡൽ ഉണ്ടാക്കുന്നതിലേക്ക്
വളരെ സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടില്ല. ആരായിരിക്കും ഇതിൻ്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കാരണം ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട കമ്പനികളൊന്നും ഇതുവരേക്കും ഇതിലൊരു ബിഗ് ബെറ്റ് മേക്ക് ചെയ്യാനൊന്നും പോയിട്ടില്ല. ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിരിക്കും ഒരു പക്ഷേ ഇന്ത്യയിലെ AI എത്രമാത്രം റെവല്യൂഷണറി ആവും, ജനാധിപത്യപരമാവും എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം കിടക്കുന്നത്. ഇതിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സേഫ്റ്റിയുടെ കാര്യത്തിലാണ്. ഇപ്പോൾ ബ്രൗൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ ഗവേഷകർ നടത്തിയിട്ടുള്ള ഒരു പഠനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എഐക്ക് ഒരുപാട് സേഫ്റ്റി ഫിൽറ്റേഴ്സ് ഉണ്ടെന്ന് നമുക്ക് അറിയുന്നുണ്ടാകും. എഐക്ക് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ബോംബ് ഉണ്ടാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡേഞ്ചറസ് ആണ്, അങ്ങോട്ട് പോകാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ബയോ വെപ്പൺ ഉണ്ടാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് AI നമ്മളെ വേഗം സേഫ്റ്റി ഫിൽറ്റേഴ്സ് അപ്ലൈ ചെയ്യൂലേ. പക്ഷേ ഇംഗ്ലീഷിൽ ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി നിരസിക്കുന്ന അതേ റീസൺസ് അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ ഒരു പക്ഷേ മറ്റൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട്, അഥവാ ലോ റിസോഴ്സ് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ 79% സമയവും അത് ആ സേഫ്റ്റി സിസ്റ്റം തകർന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളൊരു കാര്യം കാണുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ ഈ പ്രാദേശിക ഇന്ത്യൻ ഭാഷകളിലൊക്കെ AIയുടെ സേഫ്റ്റി ഫിൽറ്റേഴ്സ് വളരെ കുറവാണ് എന്നുള്ളത് AIയുടെ ദൂഷ്യവശങ്ങളെ മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യാനുള്ള ഒരു സാധ്യതയെ തുറന്ന് കാണിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ AI എവിടേക്കൊക്കെയാണ് AI ഇന്ന് കൊണ്ടിരിക്കുന്നതെന്ന് നോക്കുക. നമ്മുടെ ഹോസ്പിറ്റലുകൾ, കോടതികൾ, സ്കൂളുകൾ, ഗവൺമെൻറ് സർവീസുകൾ, അങ്ങനെ എല്ലാ മേഖലയിലേക്കും വരുന്നില്ലേ. അപ്പോൾ ഇതിൻ്റെ ഗുണം കിട്ടുന്ന ആൾക്കാരായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് മാത്രം ഇതിൻ്റെ ബെനിഫിറ്റുകൾ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എഡ്യൂക്കേഷനുള്ള, അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് ഇന്ന് ബെറ്റർ ഇൻ്റലിജൻസ് അവൈലബിൾ ആണ്. ഒരു സാധാരണ എഡ്യൂക്കേഷനും മലയാളമല്ലാത്ത മറ്റു ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു കേരളത്തിലൊരു സാധാരണക്കാരനെ ചിന്തിക്കുക. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ലഭിക്കുന്ന AI പോലും ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ ലിമിറ്റഡ് സ്കോപ്പ് ഉള്ളതാണ് എന്നുള്ളതാണ്. ഇത് എത്രമാത്രം വലിയ വിവേചനം ഉണ്ടാകും എന്നുള്ളത് ഇവർ AI ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ AIയുടെ ഉത്തരങ്ങളിലെ ക്വാളിറ്റി ഡിഫറൻസ് പോലും വ്യക്തികൾക്കിടയിൽ വലിയ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ്. അവരുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിനെ വെച്ചിട്ട് വലിയ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർഷിപ്പാണ്. ChatGPTയുടെയും ക്ലൗഡിൻ്റെയും ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് ഇന്ത്യയാണ്. അമേരിക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയാണ്. ഉപയോഗത്തിൽ നമ്മളൊരു സൂപ്പർ പവറാണ്. പക്ഷേ ഓണർഷിപ്പിൻ്റെ കാര്യത്തിലോ നമുക്ക് ഡാറ്റാ സെൻറ്ററുകൾ തന്നെ വളരെ കുറവാണ്. ഇനി ഡാറ്റാ സെൻറ്റർ പ്രോജക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ പോലും അതിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന AI മോഡലുകൾ ഇന്ത്യയുടേതായിരിക്കില്ല എന്നുള്ള ഒരു ഡിസ്കഷനൊക്കെ നിങ്ങൾ ഇതിനകം ചിലപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ, നമ്മുടെ വോയിസ് നോട്ടുകൾ, നമ്മുടെ ഡാറ്റ എല്ലാം നമ്മൾ കൊടുക്കുന്നത് വേറൊരാളുടെ മോഡലിനെ പഠിപ്പിക്കാനാണ്. അത് ഇന്ത്യൻ അല്ലാത്ത ഒരാളുടെ. ഇപ്പോൾ കഴിഞ്ഞ മാസം സംഭവിച്ചൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. US ഗവൺമെൻറ് ആന്ത്രോപിക്കിൻ്റെ ഫേബിൾ 5 എന്ന് പറഞ്ഞിട്ടുള്ള മിത്തോസ് 5ഉം ഫേബിൾ 5 ഈ രണ്ട് മോഡലുകളെയും അമേരിക്കക്കാരനല്ലാത്ത ഒരാൾക്കും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് അവർ ബാൻ ചെയ്തിട്ടുള്ള വാർത്ത നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും. ഏകദേശം 19 ദിവസം ആ ബാൻ നിലനിന്നിരുന്നു. ആ ബാനിൻ്റെ ഇമ്പാക്റ്റ് ഏത് ലെവലിൽ വരയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന അമേരിക്കക്കാരല്ലാത്ത ഒരു സിറ്റിസൺസിനും അത് കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അത് സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ചിലപ്പോൾ അതിൻ്റെയൊക്കെ മേക്കിങ്ങിൽ ഇന്ത്യക്കാരുണ്ടായിട്ടുണ്ടാവും. പക്ഷേ അവർക്ക് പോലും ആക്സസ് കൊടുക്കാൻ പാടില്ല എന്ന് കമ്പനിയോട് ഗവൺമെൻറ് അങ്ങോട്ട് ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഓണർഷിപ്പ് ഇല്ല എന്നുള്ളതും, നമ്മുടെ ഓണർഷിപ്പ് ഇല്ലാത്തൊരു സാധനം നമ്മുടെ ഡാറ്റയിലും മറ്റൊക്കെ ട്രെയിൻഡ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു ദൂരവ്യാപകമായിട്ട് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു കാര്യമില്ലേ, 2035 ആകുമ്പോഴേക്കും $1.7 ട്രില്യൺ മൂല്യം വരുന്ന നമ്മുടെ AI സ്വപ്നം ഇരിക്കുന്നത് നമ്മുടെ ആരുടെയും കയ്യിലല്ല എന്നുള്ളതാണ്. പരിഹാരം ഇല്ല എന്നുള്ളതല്ല, ഇതിനിപ്പോഴേ പരിഹാരങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ റിസ്ക് നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് അടുത്തതായിട്ട് നോക്കിയതിന് ശേഷം വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നിലവിൽ 2 തരം കളിക്കാർ ഈ റേസിനകത്ത്. ഇന്ന് നിലവിൽ ഈ മേഖലയിൽ ഒരു ഫ്രണ്ട് റണ്ണിങ് ആയിട്ട് നമ്മൾ പറയുന്നത് സർവം AI എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ്. 2023 IIT മദ്രാസിലെ AI ഫോർ ഭാരത് പ്രോഗ്രാം എന്ന് വന്നിട്ടുള്ളൊരു ടീം കഴിഞ്ഞ മാസം അവർ ഇന്ത്യയിലെ പുതിയ AI യൂണിക്കോണായി മാറിയിട്ടുണ്ട്. 2000 കോടി രൂപയുടെ ഫണ്ടിങ് ഒക്കെ ലഭിച്ചിട്ടുള്ളതാണ്. ഈ കൃത്രിം AI എന്ന് പറഞ്ഞിട്ട് ഒലയുടെ ഭവിഷ് അഗർവാളിൻ്റെ ഒരു കമ്പനി മുന്നേ കുറേ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരുപാട് വാർത്തകളൊന്നും പുറത്തേക്ക് വരുന്നില്ല. അതിനി ഒലയുടെ സ്കൂട്ടറുകൾ പോലെ തന്നെ ആയോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. ബട്ട് ദെൻ സർവം AI അത്യാവശ്യം നല്ല പെർഫോമിംഗ് ആണ്. അവരുടെ ഈ വാല്യുവേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. അവരുടെ യൂണിറ്റ് എക്കണോമിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവർ നമ്മുടെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് 17 മില്യൺ കർഷകരെ ഫോണിൽ വിളിച്ചിട്ട് വോയിസ് ബേസ്ഡ് ഡാറ്റ ശേഖരിച്ചതായിട്ട് വാർത്തകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓരോ മാസവും അവർ ഏകദേശം 5 ലക്ഷം മണിക്കൂർ ഓഡിയോകൾ ട്രാൻസ്ക്രൈബ് ചെയ്തിട്ട് അവരുടെ AI എങ്ങനെ ബെറ്റർ ആക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ കാരണം അവരുടെ ഈ സർവം AIയുടെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഇന്ത്യയിൽ ലോകത്ത് മറ്റെവിടെയും AI
ക്രിയേറ്റ് ചെയ്യുന്ന പോലെയല്ല ഇന്ത്യയിൽ വോയിസ് ഫസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചറാണ് വേണ്ടത്. അവിടെയാണ് ബിസിനസ് സ്കെയിൽ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. രണ്ടാമത്തെ കളിക്കാരൻ എന്ന് പറയുന്നത് സർക്കാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യ AI മിഷൻ 1,200 കോടി 1,300 കോടിയൊക്കെയാണ് ഇന്ത്യ AI മിഷൻ്റെ ടോട്ടൽ ബജറ്റ് എന്ന് പറയുന്നത്. 34,000 GPUകളാണ് ഇന്ത്യ ഇതിനകം ബൈ ചെയ്തു എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഗ്രോസ് മിസ്മാച്ചിനെ കുറിച്ച് നമ്മൾ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ വർഷം മാത്രം ചൈന ഏകദേശം 20 മില്യൺ GPUകൾ ഓർഡർ ചെയ്ത് കാത്തു നിൽക്കുന്നു. അത് NVIDIAയുടെ കാര്യത്തിൽ നിന്നാണ്. ഹുവാവി അല്ലെങ്കിൽ വാവേ അവരുടെ നാട്ടിൽ സ്വന്തമായിട്ട് വലിയ പ്രൊഡക്ഷൻ കപ്പാസിറ്റിയൊക്കെ ബിൽഡ് ചെയ്തിട്ട് ഇൻറ്റേർണൽ ഡിമാൻഡിൻ്റെ വലിയ ഭാഗവും ഇപ്പോൾ വാവയാണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ള ഒരു ഭാഗം കാണുന്നുണ്ട്. ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഈ NVIDIA ചിപ്പുകൾ ഉപയോഗിക്കുന്നു. പക്ഷേ ഇൻഫറൻസിങ്ങിന് വേണ്ടി വാവയുടെ കുറച്ച് കപ്പാസിറ്റി കുറഞ്ഞ ചിപ്പുകളാണെങ്കിലും ഇൻഫറൻസിങ്ങിന് അത് മതി എന്നുള്ള, അതായത് നമ്മൾ ഈ ട്രെയിനിങ്ങും ഇൻഫറൻസും തമ്മിൽ മുൻപ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ധാരണ നൽകാം. എന്ന് വെച്ചാൽ ഒരു സ്റ്റുഡൻ്റായിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ കോളേജിൽ പഠിക്കുന്ന പീരീഡാണ് ട്രെയിനിങ് പീരീഡ്. പഠിച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞ് ജോലി ചെയ്യുന്ന പീരീഡില്ലേ, അതിന് നമുക്ക് ഇൻഫറൻസിങ് ആയിട്ട് വരിക. അല്ലെങ്കിൽ ആ ബേസിക്കലി ആ പഠിച്ച അറിവ് വെച്ച് ജോലി ചെയ്യുന്നതിന് നമുക്ക് ഇൻഫറൻസിങ് പീരീഡായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഓരോ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം തരുന്ന പരിപാടിയൊക്കെ ഈ ഇൻഫറൻസിങ്ങിൻ്റെ പരിധിയിലാണ് വരിക. അപ്പോൾ അതിന് വാവയുടെ ചിപ്പുകൾ ഉപയോഗിച്ച് അവരത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ മിസ്മാച്ച് എവിടെ കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ്ലി അണ്ടർ ഫണ്ടഡ് ആണ്. വളരെ കുറച്ച് GPUകൾ മാത്രമേ നമുക്കുള്ളൂ എന്നുള്ളതാണ്. ഇതേ സമയത്ത് ഗൂഗിളും മൈക്രോസോഫ്റ്റും ചേർന്ന് ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നത് ഏകദേശം $67 ബില്യൺ. അപ്പോൾ ആ ഒരു മിസ്മാച്ചിനെ കുറിച്ച് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. കാരണം സർക്കാർ ഫണ്ടിൻ്റെ നിയർലി 50 ടൈംസ് ആണ് ഈ രണ്ട് കമ്പനികൾ മാത്രം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ഗ്യാപ്പ് ഉണ്ട്. ഇന്ത്യ ഒന്നാമതാവണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും. നമ്മുടെ നാട്ടിൽ AI എങ്ങനെയായിരിക്കും ഡിപ്ലോയിഡ് ആവുക എന്നറിയാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ കേരളത്തിന് സ്വന്തമായിട്ട് AI വകുപ്പുണ്ട്. അപ്പോൾ കേരളത്തിൽ നമ്മുടെ ഭാഷ ഇതുപോലെ തന്നെ എല്ലാ ബലഹീനതകളും ഉള്ള ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ മലയാളത്തിൽ ഡാറ്റാ സെറ്റ് വളരെ കുറവാണ്. അതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള AI കുറവാണ്. മലയാളത്തിൽ നമ്മൾ AIയോട് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കപ്പോഴും ഒരു മെക്കാനിക്കലായിട്ടുള്ള ഉത്തരമോ മറ്റുമൊക്കെയാണ് ലഭിക്കുക. സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരിക്കലും ഇന്നും നിലവിൽ മലയാളം ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രായോഗികമായിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഡാറ്റ ഗ്യാപ്പ് എന്നുള്ളത് നമ്മുടെ മുൻപിലുള്ള വലിയ ഒരു മതിലാണ്. ഇന്ത്യ ഒരു വലിയ മാർക്കറ്റാണ്. ഇന്ത്യൻ AIകൾ ഇതിൽ എഫക്റ്റീവായിട്ട് ഇന്നും വന്നിട്ടില്ല എന്നുള്ളതൊക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ നിങ്ങളൊരു ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്, പ്രാദേശിക ഭാഷകളിലാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇന്ത്യയുടെ 1 ബില്യണൊക്കെ വരുന്ന ഈ യൂസർ ബേസിനെയൊക്കെ നമുക്ക് എടുക്കാൻ കഴിയണം എന്നുണ്ടെങ്കിൽ വോയിസ് ഫസ്റ്റ് ആയിട്ടുള്ള AI ആർക്കിടെക്ചറുകളുള്ള കമ്പനിയായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് വരാം. ഇന്ത്യയുടെ AI സ്വപ്നങ്ങൾ എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ സംസാരിക്കുന്ന ഭാഷയും അത് മനസ്സിലാക്കാൻ കഴിയുന്ന മെഷീനും തമ്മിലുള്ള ഡാറ്റ ഗ്യാപ്പിലാണ് ആക്ച്വലി ഉള്ളത്. ആ ഗ്യാപ്പ് ഒരു പക്ഷേ നമ്മൾ സോൾവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു മതിലായിട്ട് ഇങ്ങനെ നിലനിൽക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അത് ഒരു വലിയ മാർക്കറ്റായിട്ട് മാറും. നമ്മളിത് എങ്ങോട്ടായിരിക്കും പോകുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടുന്ന ഒരു കാര്യമാണ്. കാര്യങ്ങൾ നമുക്ക് അനുകൂലമാവുന്ന രീതിയിൽ തന്നെ ഉരുത്തിരിഞ്ഞ് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യയുടേതായിട്ടുള്ള ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ ഈ മേഖലയിൽ ഇനിയും വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഡീപ് സീക്ക് ലെവലിൽ തന്നെ ചൈനയിൽ 50-ലധികം കമ്പനികളെങ്കിലും സമാന പെർഫോമൻസ് ഉള്ള കമ്പനികളുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സർവം AI പോലത്തെ ഒരു 50-100 കമ്പനികൾ ഇന്ത്യയിൽ നിന്ന് ഇനിയും വന്നിട്ട് ആ ഇന്ത്യയുടെ ലോക്കൽ ഡയലക്റ്റിലും ഇന്ത്യയുടെ വോയിസ് ഫസ്റ്റിലും ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ടൂളുകൾ ഉണ്ടാക്കുന്ന ഒരു ഭാവി അധികം വൈകാതെ തന്നെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ സർട്ടിഫൈഡ് AI പ്രൊഫഷണലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ IIT മദ്രാസ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഗ്രാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കൂടുതലും അത് ബെനിഫിറ്റഡ് ആവുക വർക്കിംഗ് പ്രൊഫഷണൽസിനൊക്കെ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ജോലിയിൽ ഒരു പ്രൊമോഷനോ മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അധിക കമ്പനികളും ഇന്ന് റീസ്കില്ലിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ സ്റ്റാഫിനെ പുതിയ AI സ്കില്ലുകളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം AI പ്ലസ് നല്ല പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു എംപ്ലോയി ആയിരിക്കും ഇനിയുള്ള കാലങ്ങളിൽ കമ്പനിക്ക് ഏറ്റവും ബെനിഫിറ്റഡ് ആവുക. അപ്പോൾ നിങ്ങൾക്ക് അത്തരം പ്രോഗ്രാമൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ഫർദർ ഡീറ്റെയിൽസ് ഉണ്ട്. താല്പര്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക.